രാജ്യം രാജ്യം എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ രാജ്യത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്. ഈ രാജ്യം എന്ന് പറയുന്ന മാപ്പ്, ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് നോക്കി സ്നേഹിക്കുമോ? അത് ഈ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണെന്ന് തോന്നുക. പെണ്ണിന് പകരം മണ്ണിനെ സ്നേഹിക്കൂ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. മണ്ണോ ജനിച്ചു പോയതുകൊണ്ട് ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ജനിച്ചു പോയി, അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേക സ്ഥലത്തുള്ളവരെ പ്രത്യേക രീതിയിൽ മനസ്സിലാക്കുകയും പ്രത്യേക രീതിയിൽ കാണുകയും പ്രത്യേക രീതിയിൽ സ്നേഹിക്കുകയും പ്രത്യേക രീതിയിൽ എന്തൊക്കെ ആക്കുകയൊക്കെ ചെയ്യണം എന്ന് നിർബന്ധമുള്ള പോലത്തെ പരിപാടിയാണല്ലോ ഈ പ്രത്യേകതരം ഒരു പ്രത്യേകതയുള്ള ഈ പ്രത്യേക സ്നേഹം. എന്ത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നൊക്കെ എന്താ നിർബന്ധം എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ എന്നെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഏത് സമയത്ത് ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം, ആരുടെ എന്ത് സ്വത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം, ആർക്കെതിരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആർക്കും ചെയ്യാം, ആരെ വേണമെങ്കിൽ നശിപ്പിക്കാം. ഇപ്പം തന്നെ ഈ തീവ്രവാദി ആക്രമണം എന്ന് പറയുന്ന സംഭവം ഓക്കെ, തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും ഈ രാജ്യത്ത് തമ്മിൽ തല്ലി ചത്തവരുടെ എണ്ണവും പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണവും കടബാധിതയാൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണവും ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണവും ജാതി മത പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ എന്താ ലഹളയോ എന്താ പറയുന്നത് വർഗീയ ലഹള എന്നീ പറഞ്ഞ പോലെ പരിപാടികളാൽ കൊല്ലപ്പെട്ടവർ, ആത്മഹത്യ ചെയ്യുന്നവർ, ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മനുഷ്യനെങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കണ്ടേ? അയാൾക്ക് ആ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഭൂമിയായിട്ടൊന്നും സന്തോഷം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോ പോളിസീസോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം സൂപ്പറാണ്. അല്ലാതെ ഇത് സന്തോഷം അനുഭവിക്കാത്ത ആൾക്കാർ, ഒട്ടും സേഫ് അല്ലാത്തവർ, ഈ ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ജീവിക്കേണ്ടി വന്നവർ, നല്ല ശ്വാസമോ നല്ല വെള്ളമോ നല്ല ഭക്ഷണമോ കഴിക്കാൻ കിട്ടാത്തവർ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള തിങ്ങി നിറഞ്ഞ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയാലും ഇടിച്ചു കുത്തി ആ ട്രെയിനിൻ്റെ ഒരു ബാത്റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ രാജ്യസ്നേഹം കൂടുന്ന അവസ്ഥ. പിന്നെ കണ്ടിട്ടില്ലേ ഇടിച്ചു കുത്തി ട്രെയിനിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറുന്നത്. പിന്നെ റോഡിൽ കാണിക്കുന്ന അംഗമൊക്കെ കണ്ടില്ലേ, ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ കണ്ടില്ലേ. അല്ല ഇവിടെ നമുക്ക് കിട്ടുന്ന ആഹാരം അറിയാലോ, എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിൽ നമുക്കിവിടെ ആഹാരം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു സാധനം ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇന്ത്യ കിട്ടത്തില്ല. ഇന്ത്യ ഒന്നും എക്സ്പോർട്ട് ചെയ്യുന്നതിന് ക്വാളിറ്റി കൂടുതലാണ്. ഈ രാജ്യത്തുള്ളവരെ തീറ്റിക്കാതെ വേറെ ഏതോ രാജ്യത്തുള്ളവരെയൊക്കെ നല്ല ആഹാരം കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ടി വരുന്ന ആ ഗതികേടുള്ളൊരു ദരിദ്ര രാജ്യമല്ലേ ശരിക്കും ഇന്ത്യ. അപ്പോൾ നമ്മൾ ഈ ദാരിദ്ര്യത്തെ എത്രത്തോളം സ്നേഹിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദാരിദ്ര്യത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഇത്രയും കറപ്ഷനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? എത്രയോ കറപ്റ്റഡാണ് ഈ രാജ്യം, എല്ലാവർക്കും അറിയാവുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരുപാടായി, അതും നിയമപാലകരിൽ നിന്ന് വരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കൂടി വന്നേക്കുന്നത്. നേരത്തേക്ക് അതില്ല, ഇവിടെ ഇല്ലാന്നപ്പോൾ വേറെ രാജ്യത്താണെന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഇത്രയും സൂക്ഷിക്കേണ്ട. നമുക്ക് മനസ്സിലായില്ല, പുറത്തോട്ടിറങ്ങി പോക്കറ്റ് അടിക്കുന്നൊന്നും പേടിക്കേണ്ട, ചിലപ്പോൾ ഒരു വണ്ടി ഒന്നും ഇരിക്കുന്ന പോലും നമുക്ക് പേടിക്കേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മൾ ഉപദ്രവിക്കുന്ന പോലും നമുക്ക് പേടിക്കേണ്ട. പക്ഷേ ഇവിടെയാണ് അങ്ങനെയാണോ? എല്ലാവരും ഇറങ്ങി നടക്കുമ്പോൾ മാല പറിച്ചുകൊണ്ടോടും, പേഴ്സ് പറിച്ചുകൊണ്ടോടും, ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ടോടാൻ സാധ്യതയുണ്ട്. പിന്നെ ഏത് സമയത്ത് ഏത് വണ്ടി അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ഭയന്നാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. എന്ത് സേഫ്റ്റിയാണ് ഇവിടെ ഉള്ളത്? പിന്നെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് പോയിസൺ വന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ രോഗങ്ങളുടെ കാര്യം പറയേണ്ട, ചികിത്സയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കൃത്രിമ അഴിമതിയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ലാതെ ജീവിക്കുന്ന വലിയ റിസ്ക്കിൽ ഇവിടെ ആൾക്കാർ ജീവിക്കുന്നു. എന്നിട്ടോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനം വീണ്ടും പറയുകയാണ് ഇതിൻ്റെ ഏത് ഭാഗമാണ് സ്നേഹിക്കേണ്ടതെന്ന് പറയണം. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ടവരും കൊല ചെയ്യപ്പെട്ടവരും ഇവരെല്ലാവരും ഇവിടെ തീവ്രവാദികളാൽ പീഡിപ്പിക്കപ്പെട്ടവരും കൊല ചെയ്യപ്പെട്ടവരും ഒന്നുമല്ല. തീവ്രവാദികൾക്ക് കടം വാങ്ങിയിട്ട് കൊടുക്കാതായപ്പോൾ തീവ്രവാദി വന്നപ്പോൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്തവരൊന്നും അല്ല ഇവിടെ ഉള്ളവരെല്ലാം. പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായത്തരൊക്കെ കാണിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ? ഈ രാജ്യത്തോടെ മനുഷ്യർ തമ്മിൽ സ്നേഹമുള്ളതെന്ന് എനിക്കറിയത്തില്ല, എപ്പോഴൊക്കെയാണെന്ന് അറിയത്തില്ല. ഭയങ്കര സൗഹാർദ്ദം കാണിക്കുന്ന ചില സമയത്ത്, മതസൗഹാർദ്ദം കാണിക്കുക, ഭാഷകൾ തമ്മിൽ പ്രശ്നം. എന്തിന് ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടു എന്ന് പറയുമ്പോൾ അതിന് തമിഴ്നാടിന് പ്രശ്നം, ആന്ധ്രയ്ക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അല്ല തമിഴ്നാടും കേരളവും തമ്മിൽ പ്രശ്നം. ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവന് വിലയില്ലേ? എല്ലാവരും ഭീതിയിൽ ജീവിക്കുന്നു. ഒന്ന് മഴ പെയ്താൽ ഒരു നാട് മുഴുവൻ ഒലിച്ചു പോകുന്നു. ഒന്ന് മഴ പെയ്തപ്പോൾ ഒരു നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്തിനാണ് സ്നേഹിക്കേണ്ടത് പറ? മഴയെ സ്നേഹിക്കണോ? മഴ പ്രണയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായം കുടിച്ച് നോക്കിയിരിക്കുമ്പോൾ വെള്ളം പൊങ്ങി ശ്വാസം മുട്ടി മരിക്കണോ? പിന്നെ ഈ കാണുന്ന ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ ഇത്രയും നാശം ഉണ്ടാക്കുന്ന മനുഷ്യരുള്ള സ്ഥലത്ത് ഈ അളിഞ്ഞ രാഷ്ട്രീയമുള്ളടുത്ത് എന്തിനാണ് സ്നേഹിക്കണം? രാഷ്ട്രീയത്തെ സ്നേഹിക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ഏത് ഭാഗമാണെന്ന് പറഞ്ഞു തരണം. നമ്മളിവിടെ ജനിച്ചതുകൊണ്ട് അതങ്ങനെ പറ്റൂ എന്ന് നിർബന്ധം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഈ പറഞ്ഞ കാര്യം നടക്കത്തുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ നോക്കിയിട്ട് തീവ്രവാദികൾ എന്തിനാണ് ഇന്ത്യ വന്ന് നശിച്ച രാജ്യത്ത് വന്ന് ആൾക്കാരെ കൊല്ലുന്നതെന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തൊക്കെ കൊന്നുകൂടെ? ഈ പാവപ്പെട്ട മനുഷ്യരൊക്കെ കൊല്ലേണ്ട കാര്യമുണ്ട്. ഇവിടെ ദാരിദ്ര്യമാടേ, പട്ടിണിയാടേ, ദുരിതമാടേ, ഭയങ്കര ബുദ്ധിമുട്ടാടേ, ഉള്ള കാര്യം ഉള്ള ആളെ പറയണം. വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതോ മൂലം കിടക്കുന്ന 47 സ്ഥാനം 42 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. ദാരിദ്ര്യത്തിൻ്റെ ആ കാര്യം നോക്കിയാൽ അതും ടോപ്പ്. ലോകം മുഴുവനും കൂലിപ്പണിക്കാരെ സപ്ലൈ ചെയ്യുന്നൊരു രാജ്യം. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മൂന്നാം കൂടെ പൗരൻ്റെ വില മാത്രമുള്ള ഒരു ഇന്ത്യക്കാരൻ. പിന്നെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ മാത്രം പ്രത്യേക ഒരു സ്നേഹവും പ്രത്യേക ഒരു രാജ്യസ്നേഹവും പിന്നെ രാജ്യത്തിന് പുകഴ്ത്തി പറയാൻ ഒരു യുദ്ധവും ഇതൊക്കെയാണോ നമുക്ക് ആവശ്യം?
എനിക്കറിയാൻ മേഖലയിരിക്കുക. ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ സന്തോഷിച്ച് ജീവിച്ചവർ കുറച്ച് പേര് അവിടെ പോയി ഒരു ഉല്ലാസയാത്ര നടത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ നഷ്ടപ്പെട്ടത്, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോഴും ഈ വിശ്വാസമാണ്. ഏത് വിശ്വാസം? ഇവിടെ സഞ്ചരിക്കാൻ പറ്റത്തില്ലെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കില്ല. അങ്ങോട്ട് ഞാനും പോകും. അല്ലാതെ അവിടെ പോയി ഈ കൊന്നവനെയും കൊന്നു, കൊന്നവൻ്റെ തന്തയും കൊന്നു, കുടുംബക്കാരെ മൊത്തം കൊല്ലുന്നു എന്ന് പറയുന്നതിനകത്ത് അത്ര സന്തോഷിക്കാനും അല്ലെങ്കിൽ അത്രമാത്രം എന്താ പറയണ്ടേ ഈ ഊറ്റം കൊള്ളാനൊന്നും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് സഞ്ചരിക്കാൻ പേടിയാകുന്നുണ്ട്. മറ്റു രാജ്യത്തൊന്നും ആരെങ്കിലും ഇവിടെ ടൂറിസ്റ്റിന് വന്ന് വരുമോ? ഈ പറഞ്ഞ എവിടെയാണ് ടൂറിസ്റ്റിന് ഇവിടെ വരാൻ പറ്റുന്നത്? ഈ നാട്ടിൽ എവിടെയെങ്കിലും ടൂറിസ്റ്റിന് വന്നു കഴിഞ്ഞാൽ അവരെ സന്തോഷത്തോടെ പറഞ്ഞു വിടാൻ പറ്റുമോ നമുക്ക്? ഇവിടെ അത്രയും നശിച്ചൊരു കൾച്ചറും ഇത്രയും നശിച്ച മനുഷ്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവനും വിവരമില്ലാത്തവനും കൂടെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന വിദേശികളുടെ എണ്ണം എത്രയെന്നറിയോ? അതിനിടയിൽ തീവ്രവാദി വന്ന് എന്തിനാണ് ഇവിടെ കൊല്ലുന്നത്? ഇവിടെ കൊല്ലാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണങ്ങൾ ഒരുപാടുണ്ട്. എന്നും ഒരു ദിവസം ഇന്ത്യക്കാരൻ കൊന്നുകൊണ്ടിരിക്കുന്ന അത്ര ആൾക്കാരൊന്നും ഒരു വർഷം തീവ്രവാദികൾ കൊന്നിട്ടില്ല. പിന്നെ ഈ ഒരു പ്രത്യേക കൊലപാതകം മാത്രം അത് ഭയങ്കരമായ ഒരു കൊലപാതകമായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രാജ്യത്തിന് നേതൃത്വം ഉണ്ട് പോലും എന്തോ ഒരു വര, ഒരു അദൃശ്യ വര, അത് കടന്ന പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ കുറുവ സംഘങ്ങളെ പോലത്തെ കള്ളന്മാരും കൊള്ളക്കാരും വന്ന് പിടിച്ചു പറിച്ചും വീട്ടിൽ കയറി കൊന്നിട്ട് പോകുന്നതും സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നു പറയുന്ന സ്ഥലത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഒരു പ്രതീക്ഷയില്ല, അതൊരു തീവ്രവാദി പോലും വരുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഒരു കള്ളം കയറി വന്ന് കഴുത്ത് ധരിച്ച് കൊന്നിട്ട് പോകുന്നത്. ഇവിടിപ്പോൾ അതിലും അൺസേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത മാതാപിതാക്കളായിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയത്തില്ല ഏത് സമയത്ത് ഇവരുടെ മക്കൾ അവരെ കൊല്ലുന്നതെന്ന്. കാണാതാവുന്നവരുടെ എണ്ണം എത്രയാണെന്ന് നോക്കിയിട്ടുണ്ടോ? കേരള പോലീസിൻ്റെ ഇതിനകത്ത് കയറി നോക്ക്, വെബ്സൈറ്റിൽ കയറി നോക്ക്, ക്രൈംസ് രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് എത്ര ക്രൈംസ് ആയി നോക്കി. ഇപ്പോൾ തന്നെ 2 ലക്ഷത്തിന് മേളിലായി കാണും. അതിൽ മർഡർ എത്ര ഉണ്ടെന്ന് നോക്ക്. അത്രയും മർഡർ കേസുകൾ നടക്കുന്നു. കൊച്ചുകുട്ടികളെ വരെ കൊല്ലുന്നു. അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തീവ്രവാദി എന്ന് പേരുള്ള ഒരാൾ, അയാളെ എനിക്കെങ്ങനെ വലിയ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തിപ്പോൾ? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോയാൽ വണ്ടി ഇടിച്ചാകത്തില്ലേ? ഈ ട്രാൻസ്പോർട്ട് ബസ്സും ടിപ്പർ ലോറിയൊക്കെ ചീറിപ്പായെന്ന് കണ്ടിട്ടില്ലേ? മത്സരമായിട്ട് നടത്തുന്ന ബസ്സുകൾ നിങ്ങൾ കാണുന്നില്ല റോഡിൽ? അതിലിടിച്ച് എത്രയോ പേര് മരിക്കുന്നു. ഈ കേരളത്തിൽ എത്ര ബസ് ഇടിച്ച് മരണം നോക്ക്. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ഇതൊക്കെ. അല്ല, പ്രൈവറ്റ് വണ്ടികളുടെ ഇടി വേറെ. ഇതെല്ലാം കഴിഞ്ഞിട്ടേ പിന്നെ പോട്ടെ, ഈ രോഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താണെന്ന് വില പിടിയുണ്ടോ? എന്തൊക്കെ അസുഖങ്ങൾ ആളുകൾക്ക്? ഒരു സുരക്ഷയില്ല, ഒരു സന്തോഷവും ഇല്ല. എല്ലാവരും ഒരു സംശയവും കടവും തൊഴിലില്ലായ്മയും ചൂഷണവും. കുടുംബത്തോടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്തോട്ട് പിന്നെ വന്ന് ശരിയാ അവന്മാരെ വെറുതെ ഇടാൻ പറ്റില്ല. ഇത്രയും ദുരന്തവും ഇത്രയും കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കയറി വന്ന് കൊലപാതകം ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാ, ഒരു വ്യക്തി നോക്കിയാൽ അതെന്നെ പരിപാടിയാ. ഷടാ, അവന്മാർ രാജ്യത്ത് കൊല്ലാൻ ആവശ്യത്തിന് ആൾക്കാരില്ല. ഇനി അവിടെ തീർന്നു എല്ലാവരും കൊന്നു. അതിനിടെ വെറുതെ ഇങ്ങോട്ട് വന്ന് കൊല്ലേണ്ട കാര്യമില്ല എന്ന് പറയുന്നിടത്ത് ശരിയാ. ഇപ്പം ഇത് ശരി, ഇങ്ങനെ സംഭവം ഉണ്ടായതിനകത്ത് വീഴ്ചയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന മറുകൊലകൾ അല്ലെങ്കിൽ പ്രതികാര നടപടികൾ എന്നൊക്കെ പറയുന്നിടത്ത് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമുക്കപ്പോൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? അവരെവിടെയാണ് ജീവിച്ചത്? അവരെന്തിനാണ് അവിടെ ജീവിച്ചത്? അവരെന്തിനാണ് യാത്ര ചെയ്തത്? അവരൊക്കെ പാത്തിരിക്കണം. എവിടെ പോകാൻ പാടില്ല ആരും ഇങ്ങോട്ടും. ഈ പറഞ്ഞ ആ ജമ്മു കാശ്മീരിലോട്ടൊന്നും ആരും പോകരുത്. എനിക്കെത്ര പറയാനുള്ളൂ. ഞാൻ പോകത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. പിന്നെ എന്നെ കാര്യം അറിയാം, അവിടെ പോയി മഞ്ഞിനകത്ത് കയറി കിടന്നും മെഴുകാൻ ഒരു ആവശ്യമില്ല. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. സേഫ് ഉള്ള സ്ഥലത്ത് മാത്രം നിന്നാൽ മതി. നമുക്കല്ലാതെ ഈ അൺസേഫ് കണ്ടീഷൻസിലൊന്നും പോയി നിന്നൊരു അഡ്വഞ്ചർ ഒന്നും ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ വിദേശികളിവിടെ വരുന്നവർ എന്തോരം ബ്ലോഗ്സ് ആണെന്നറിയും. ഇപ്പോൾ സാഹിബുമാർ നിന്ന് അളിക്കുന്നത് ഇന്ത്യ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ, കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം, പോക്കറ്റടിക്കാരും പറ്റിക്കലുകാരും നിറഞ്ഞ് അവന്മാർ ഓടി രക്ഷപ്പെടുന്ന വീഡിയോകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുക എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് ഏതിനെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? എന്തുവാ ഇവിടെ നമ്മൾ പിന്നെ ഇവിടുത്തെ നിയമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പല പ്രാവശ്യമായി ഇപ്പോൾ നിയമം നിഷേധിക്കുന്നത്. സുരക്ഷ നിഷേധിച്ചേക്കുക. വീട്ടിൽ കയറി ഒരുത്തം തോക്കും കൊണ്ടുവന്ന് കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി പോയിട്ട് ഈ നിയമ സംവിധാനത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. എന്തൊരു സുരക്ഷ! അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പരാതിയായിട്ട് ചെല്ലുമ്പോൾ അതേപോലെ എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ കേസ് വിട്ട് ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ ആരാധകരായ പോലീസുകാർ ഏതോ ഒരു നടനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ പോലും മടിയില്ലാത്ത നിയമപാലകരെന്നും നിയമം സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങളും അതൊക്കെ കൂടെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് സാധാരണക്കാർക്ക് എന്തോ ഇവിടെയുള്ളത്? ശരിയാ, ഇവർക്ക് കാശെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഈ രാജ്യത്ത് കാശ് ഇവിടെ നിന്ന് ഇവരുണ്ടാക്കുന്നത്. ഈ പാവപ്പെട്ടവനെല്ലാം കാശ് അടിച്ചു മാറ്റിയും എങ്ങനെയൊക്കെയോ ഒരിടത്തോട്ട് സ്വരുക്കൂട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പുറത്ത് ഇത്രയും പേര് പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ ഇടയിൽ ഒരു വലിയ കോടീശ്വരൻ ഇരുന്നുകൊണ്ട് തിന്ന് കൊഴുത്തും അവൻ്റെ മകൻ്റെ കല്യാണത്തിന് 500-5000 കോടി രൂപ മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ 5000 കോടി 50,000 കോടി എത്ര കോടി മുടക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അതിനകത്ത് ഒരു തരത്തിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അല്ലെങ്കിൽ കുറേ കോടീശ്വരന്മാരുണ്ട്. അവർ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കിയത്? ഈ പാവപ്പെട്ടവരുടെ പട്ടിണി കിടക്കുന്നതിൻ്റെ ഒരു വീതമാണ് അതൊക്കെ. അവൻ്റെ പട്ടിണിയാണ് ഇവൻ്റെ ആർഭാടം. മനസ്സിലായോ? അതിനിടയിൽ കൂടെ ഞെളിഞ്ഞ് നടക്കാനൊന്നും ഒരു വഴിയില്ല. ആ കാണുന്നവരെയൊക്കെ അടിമയായി കാണാനും അല്ലെ അവരെയൊക്കെ ഏത് രീതിയിൽ ഉപദ്രവിക്കാനും പറ്റും എന്നുള്ള ഒരു ഭാവവും അല്ലെ അങ്ങനത്തെ അറിവുമുള്ള ഒരു ജോലിക്ക് ഒരാൾ വന്നാൽ അയാളെ പീഡിപ്പിക്കാം എന്ന് ചിന്താഗതിയുള്ള ചില ലിക്കേൻ പാർട്ടീസൊക്കെ ഉണ്ട്, അറിയാമല്ലോ. ഒരു തൊഴിലിടത്തിൽ ഒരു പെണ്ണ് തൊഴിൽ നേടി വരുമ്പോൾ അവളെ പീഡിപ്പിക്കാൻ മടിയില്ലാത്തവന്മാരുടെ
നാട്ടിൽ നിന്നുകൊണ്ടാണോ? അവരെയൊക്കെ ആരെ പിടിക്കുന്ന ഇനി? ഇതെങ്ങനെ നിൽക്കും? എന്നും ഇത് തന്നെ. പിന്നെ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആറാട്ടണ്ണൻ, ജഗത്താൻ, മണവാളൻ, സഞ്ജു ടെക്കി, കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യ ഇങ്ങനെ വരത്തില്ല, അവൻ അമ്പലവാസിയാണ്ട് ശൂലൊക്കെ കുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാർ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ തൊപ്പി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക, കഥക് ചവിട്ടി പൊളിക്കുക, ലോക്കപ്പിലിട്ട് ഫോട്ടോഷൂട്ട് നടത്തി അർമാദിക്കുക. ഇതൊക്കെ കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര താല്പര്യമാണ് ഞങ്ങൾ തന്നെ ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ലോക്കപ്പിൽ നിന്ന് ഫോട്ടോഷൂട്ടും അല്ലേ? എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാകില്ല ഇവർക്ക് എന്താ വേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവർക്ക് ശമ്പളമൊന്നും ഇല്ലേ? പിന്നെ ഈ ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് ഈ കണ്ട സിനിമാടൻ്റെയൊക്കെ ജോലിക്ക് പോകുന്നത്. അത് എന്താ വേണ്ടത്? എന്തോ ആർഭാടമാണ് വേണ്ടത്. ഈ ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ വകയില്ലാത്തവൻ്റെ മനുഷ്യൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് എന്ത് തെണ്ടിപ്പണി കാണിച്ചും ഏതൊരുത്തിനു വേണ്ടി കള്ളപ്പണി ചെയ്തും ആർഭാടം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോഴോ ഒരനുഭവം ഇല്ല. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതാണ് അതിനകത്ത് ഇൻട്രസ്റ്റ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അതൊന്നും കാണത്തില്ല. അവരാകെ നോക്കുന്നത് ഇങ്ങനെയുള്ളവർ ആരെങ്കിലും മയിരുന്ന് പറഞ്ഞോ, വളിയെന്ന് പറഞ്ഞോ, അതോ കാറിനകത്ത് വെള്ളം നിറഞ്ഞോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ വേശി എന്ന് പറഞ്ഞോ. വേശി എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കേസേ അല്ല. അതിനകത്ത് എവിടെ വരെ പോകാൻ അതുകൊണ്ട് എനിക്കറിയത്തില്ല. വേശി എന്ന് പറയുന്നത് ഇവിടെ മോശപ്പെട്ട വാക്കായത്. അങ്ങനെ ഒരു മോശപ്പെട്ട വാക്കായത്? സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രൊഫഷൻ എന്ന്. അപ്പോൾ ഒരു പ്രൊഫഷനെ പറ്റി പറയുമ്പോൾ ഓക്കെ, ഡോക്ടർ എന്ന് പറയുന്നത് മോശപ്പെട്ട വാക്കാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മോശപ്പെട്ട വാക്കാകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അതിന് കേസ് അയാൾ കണ്ട് ഇപ്പോൾ ഇന്നലെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. എത്രയോ ദിവസം റിമാൻഡ് കഴിയേണ്ടി വന്നു. എന്താണ് ഇയാളെ റിമാൻഡ് വെച്ച് ചെയ്തത്? ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ആ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടോ? ആ മനുഷ്യന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം? പ്രശ്നം അവിടെ തന്നെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വേറെ എന്തോ തരം പ്രശ്നങ്ങളുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ ഒരു പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് അകത്തിട്ടിട്ട് സന്തോഷിപ്പിച്ചു, എല്ലാവരും സന്തോഷിച്ച് ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി അവതരിപ്പിക്കാനാണോ നിയമം ഇരിക്കുന്നത്? എനിക്കറിയാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശരിക്കും. ഇതിനിടയിൽ ഈ പറഞ്ഞ ഇടയ്ക്കെങ്ങാണ്ട് വല്ലപ്പോഴും ഒരു രാജ്യസ്നേഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടിയായിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഒരു തീവ്രവാദി ആക്രമണം നടത്തുമ്പോഴും പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ മണ്ടത്തരം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ അങ്ങ് സ്നേഹിച്ചാൽ മതി. അത്രയും കാര്യങ്ങൾ എന്തെങ്കിലും തിരുത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് രാജ്യത്തിനോട് സ്നേഹം. അല്ലാതെ മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവിടെയുള്ളവരോട് യുദ്ധം ചെയ്യുന്നതിന് ആ സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ്. അതൊരു ഫേക്കാണ്. അങ്ങനെയല്ല രാജ്യസ്നേഹം ഉണ്ടാകേണ്ടത്. ഓക്കെ, ഈ തീവ്രവാദി അകത്ത് കയറാൻ അനുവദിക്കരുത്, അങ്ങനെ ഒരാളെ കൊല്ലാൻ അനുവദിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കി ബോർഡർ സെക്യൂരിറ്റി മറ്റേതും മറിച്ചതും ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതിനകത്തുനിന്ന് ഉയർന്നു കയറി ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബോർഡർ സെക്യൂരിറ്റിക്ക് ഇന്ത്യ ചിലവാക്കുന്ന പൈസയുടെ കണക്കൊന്ന് നോക്ക്. എന്തോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നറിയാതെ അതിനിടയിൽ കൂടെ ഇവന്മാർ വരുവാന്ന്. അങ്ങനെ പാടില്ല. അതാണ് പാടില്ലാത്ത കാര്യം. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് എന്ന് കയറി ഇവിടെ 10 പേരെ കൊല്ലുമ്പോൾ അവിടെ 100 പേരെ കൊന്നു കാണിക്കുന്നിടത്തുനിന്ന് എങ്ങനെയാണ് എനിക്ക് 10 പേരുടെ നഷ്ടം നികലുന്നതെന്നൊന്ന് പറഞ്ഞു തരണം. അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരത്തില്ല, പേടിച്ചിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല. ഇതിന് മുമ്പ് എന്തെങ്കിലും നടന്നിട്ടില്ലേ? ഇത് എത്ര വർഷമായിട്ട് നടക്കുന്ന സംഭവമാണ്. എന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയ അന്ന് മുതൽ 2 രാജ്യമായോ അന്ന് മുതൽ പ്രശ്നങ്ങളുണ്ടെന്നാണ്. കുറച്ച് സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. എല്ലാവർക്കും കുറച്ച് സ്ഥലമുണ്ട്, അവരുടെ അല്ല ഇവരുടെ അല്ല. എന്നിട്ട് കിടന്ന അടി നിൽക്കുന്നുമില്ല. ഇവർക്ക് ആർക്കും എന്താ മനസ്സിലാകാത്ത, 2 കൂട്ടർക്കും ഒന്നും മനസ്സിലാകാത്ത പോലെ. ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിലാവണ്ടേ? പിന്നെ മതം അതിനിടയിൽ. ഇതൊരു ഭൂമിയായിട്ടുള്ള പ്രശ്നമാണോ ശരിക്കും? ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് രാഷ്ട്രീയക്കാർക്കുള്ള പ്രശ്നം മാത്രമാണ്. ഈ രാഷ്ട്രീയം ഉള്ള ആളുകൾക്കും ഇതൊരു പ്രശ്നം, അല്ലാത്തവർക്ക് ഇതൊരു പ്രശ്നമല്ല ശരിക്കും. ഈ ഭൂമി അവിടെ നിന്നാലും ഇവിടെ നിന്നാലും എനിക്കൊന്നുമില്ല കേട്ടോ, ഉള്ളവരും ഞാൻ പറയാം. ഇവിടെ ആൾക്കാരുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുള്ളൂ. ഈ മരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ അനാവശ്യ മരണങ്ങൾ ഏതോ തലയ്ക്ക് വെളിയില്ലാത്തവന്മാരുണ്ടായി വരുന്നു. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ടൊന്നും ഒരുത്തം പോലും കയറിയത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് കാര്യമുണ്ട്? അത് അവിടെ മാത്രമല്ല, ഈ രാജ്യം മുഴുവനും ഉണ്ട്. ആ ഗംഗ എന്ന് പറഞ്ഞ നദി ഇത്ര മലിനമായിട്ട് കിടക്കുന്നു. എല്ലാ നദികളും. വായുവോ, ശ്വസിക്കുന്ന വായു ഇത്രയും മലിനമാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. പരസ്പര വിശ്വാസമില്ലാത്ത മനുഷ്യരും പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യരോട് ഒന്നിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനാണ് ഒന്നിച്ച് ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴും പരസ്പരം തല്ലാനും കൊല്ലാനും ഒക്കെ ഒന്നിച്ച് ചെയ്യുന്നത്. ആരെങ്കിലും ഒരു പൊതുശത്രുവിനെ കിട്ടിയാൽ കൊല്ലാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറയുന്ന ഒരു മനുഷ്യരല്ലേ ഈ രാജ്യത്ത് മൊത്തം. ഇവിടെ മാത്രമല്ല, അവിടെ ഈ പാകിസ്ഥാനും മോശമാണ്. പാകിസ്ഥാൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശം. ഇവന്മാരെന്താ ചൈനയിലോട്ട് ഇല്ലാത്ത അങ്ങോട്ട് തള്ളി പിടിച്ചോണ്ട് അവിടെ ഒന്നും നടക്കത്തില്ല. അവിടുത്തെ ബോർഡർ അതുപോലെ സേഫാ. അവന്മാർക്ക് അതിനപ്പുറം കിടക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവിടെയും ചെയ്തേനെ. ഇവന്മാർ എവിടെയൊക്കെ ബോർഡറിൽ വീക്കാണോ അവിടെ എല്ലാം ഇവന്മാർ കയറുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകൾ വർക്ക് ചെയ്യുന്ന മൊത്തം അങ്ങനത്തെ രാജ്യങ്ങളാണ്. ചൈനയിലൊന്നും തീവ്രവാദികളൊന്നും കയറുകയും ചെയ്യാവുന്നില്ല. അങ്ങോട്ട് കയറി ചെന്നേച്ചാൽ മതി. പിന്നെ കണ്ടറിയാം, അത് വേറൊരു പ്രത്യേകത. ഇവിടെയുള്ളവന്മാർ തമ്മിൽ കണ്ടാൽ മനസ്സിലാകത്തില്ല. ഈ ജനറ്റിക്കലി ഒരു സാധനം ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ മറ്റേ മട്ടമോന്തയും പരനമോന്തയും നീളമോന്തയൊക്കെ തമ്മിൽ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വെളുത്തൊരാളോ അല്ലെങ്കിൽ ചൈനക്കാരനെ കണ്ടാൽ അവർക്ക് പിടികിട്ടും, അവന്മാർ അപ്പോഴേ വേണമെങ്കിൽ പിടിച്ചാകത്തിലും. ഇവിടെ അതല്ല പ്രശ്നം. ഈ കാശ്മീരിലുള്ളവനെയും പാകിസ്ഥാനിലുള്ളവനെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല, അവർ ബന്ധുക്കളോ പലരും. ഈ ഒരു ബോർഡർ എന്ന് പറയുന്നതിന് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ജനറ്റിക്കലി ഏകദേശം സിമിലറായിട്ട് വരുന്ന സാധനങ്ങളുള്ളത്. ഇവരുടെയൊക്കെ ഫോർഫാദേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു കോമൺ മാൻ ആയിരിക്കും, ഒരു കോമൺ മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇവരുടെ ഒരു 10 തലമുറ മുമ്പ് അതൊരു ഫാമിലി ആണെന്നുണ്ടാകും, ചെറിയൊരു ഫാമിലി. അതിങ്ങനെ ഇവരുടെ ജനറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ
അങ്ങനെയൊക്കെ വല്ല ചെക്കിങ് നടത്തിയുണ്ടല്ലോ ഈ തമ്മിൽ തല്ലി ചാകുന്നവരൊക്കെ തമ്മിൽ എന്തോ ബന്ധമുള്ളവരായിരിക്കും. ചിലപ്പോൾ കേരളത്തിലുള്ളവർ അവരോട് വലിയ ബന്ധം കാണത്തില്ല, ഇല്ല തമിഴ്നാട്ടിലുള്ളവർക്ക് വലിയ ബന്ധം കാണത്തില്ല. ഇപ്പോൾ കേരളം തമിഴ്നാട് ശ്രീലങ്കയൊക്കെ കൂടെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്കൊരു കോമൺ മദർ എന്ന് പറയുന്ന സാധനം കാണാൻ ചാൻസ് ഉണ്ട്. മറ്റവർക്ക് അതല്ല, അവർ തമ്മിൽ മരണം നടന്നുണ്ട്, കൊലപാതകം നടക്കുക, വെടിവെച്ച് മരിക്കുക, ബോംബിട്ട് പൊട്ടിക്കുക, കോമൺ ഫോർ ഫാദേഴ്സ്. നമ്മളങ്ങനെ അറ്റത്ത് ഒരേ ഒരു അമ്മയും ഒരേ അച്ഛനും അങ്ങോട്ടല്ല പോകുന്നത്. ഈ ഒരു 10 തലമുറ മുമ്പ്, 10 അല്ല 5 തലമുറ മുമ്പ് എടുത്ത് നോക്ക്. 5 വേണ്ട, സ്വാതന്ത്ര്യം മുമ്പ് ഇത് എവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്? ഈ വരയ്ക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് തന്നെ ഇരുന്നേച്ചല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് അതൊരു 2 രാജ്യമായിട്ട് കാണാൻ പറ്റത്തില്ല അവർക്ക്. ഇവിടെ ഇരിക്കുന്നവർക്കും പാടില്ല, അവിടെ ഇരിക്കുന്നവർക്കും പാടില്ല. അവരവരുടെ സഹോദരങ്ങൾ തമ്മിൽ തല്ലി ചാകുന്നതായി കാണുന്നത്. എന്തോ വരയരച്ചതിൻ്റെ പേരിലൊക്കെ. ഇതൊക്കെ ശരിയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കി. എനിക്ക് ഈ രാജ്യത്തിനോടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്രയും ആളുകൾ പട്ടിണി കിടക്കുന്നതിനിടയിൽ, അത്രയും പേര് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നതിനിടയിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയുള്ളത്? ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലോട്ട് ദളിതന്മാരെ തല്ലി കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തുണിയില്ലാത്ത പെണ്ണുങ്ങളൊക്കെ റോഡിലിട്ട് കത്തിച്ചു കൊല്ലുന്നു, ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. ഇവിടെ ഈ ജാതിയും മതവും പ്രശ്നം നിൽക്കുമ്പോൾ ഒരു തീവ്രവാദി വന്നേക്കുക കൊല്ലാൻ. എന്നാൽ തീവ്രവാദി ഇതൊരു വല്ലാത്ത തീവ്രവാദി തന്നെ ഇപ്പോടാ.